ഇനി നമ്മളിപ്പം പറഞ്ഞു നിർത്തി പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 2 + 2 √3 മീറ്റർ ആകാം. അത് ശരിയാണ്. അതേപോലെ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ 2 × 1 + √3 മീറ്റർ എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ചാലോ? കാരണം നമുക്ക് √3യുടെ വാല്യൂ അറിയാവുന്നതല്ലേ. അപ്പം നമുക്ക് ഇതിന്റെ പെരിമീറ്റർ ഒന്ന് അത് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് നോക്കാം. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? 2 + 2 √3. First of all, let's calculate the fractions equal to 2 + 2 √3 as ആദ്യം √3 നമ്മൾ ഇത് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. √3 ഇങ്ങനെ 1.732 കൊണ്ട് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുമല്ലേ. ആദ്യം 1.7 കിട്ടി, പിന്നെ 1.73 കിട്ടി, പിന്നെ 1.732 അങ്ങനെ √3യുടെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1.732 ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനിയും മുന്നോട്ട് എത്ര എടുക്കുന്നോ അത്ര അടുത്തടുത്ത് വരും. അതേപോലെ അപ്പൊ 2 × √3 എന്തായിരിക്കും? ഇപ്പൊ √3 1.7 ആണെങ്കിൽ 2 × √3 എന്ന് പറയുമ്പോൾ 1.7 × 2 ആദ്യം ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3.4 എന്ന് കിട്ടും. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി അടുത്ത തന്നെ 2 × 1.73 എത്ര കിട്ടും? 3.46 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. അടുത്ത എന്താ? 2 × 1.732 ഇപ്പൊ എന്നാ കിട്ടും? 3.464 എന്ന് കിട്ടും. അങ്ങനെ എത്ര ചെയ്യുന്നു അത്രയും കിട്ടും. അപ്പൊ 2 √3 വരെ കിട്ടി. അടുത്ത എന്താ ചെയ്യണ്ടേ? 2 ആഡ് ചെയ്യണം. അപ്പൊ 2 + 2 √3 എന്തായിരിക്കും എന്ന് പറയാമോ? ഈ 3.4ന്റെ കൂടെ 2 ആഡ് ചെയ്യുക. അപ്പൊ എന്നാ കിട്ടും? 5.4. അടുത്തത് ഈ 3.46ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? 5.46. അടുത്തത് 5.464 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പം നിങ്ങൾക്ക് അവസാനം എന്ത് പറയാൻ പറ്റും? 2 + 2 √3 is approximately equal to 5.464 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇതവിടെ നിൽക്കട്ടെ. അടുത്തത് നമുക്ക് 2 × 1 + √3 നമുക്ക് ഇതേപോലെ ഡെസിമൽ ഫോമിൽ കണ്ടുപിടിക്കണം. സോ we are calculating fractions approximately equal to 2 × 1 + √3 as ആദ്യം എന്തായിരിക്കും? √3യുടെ വാല്യൂസ് നമുക്കറിയാം. കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. അടുത്ത എന്ത് കണ്ടുപിടിക്കും? വെരി ഗുഡ്. 1 + √3 കണ്ടുപിടിക്കും. അപ്പൊ √3 അറിയാം. അപ്പൊ 1 കൂടെ ഓരോന്നിനൂടെ കൂട്ടുക. അപ്പൊ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? 2.7, 2.73, 2.732. ഇത് കൂട്ടാൻ കാൽക്കുലേറ്റർ ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾ തന്നെ കൂട്ടാവുന്നതാണ്. ഇനി എന്താ ചെയ്യണ്ടേ? 2 × സോ 2 × 1 + √3 എന്ന് പറയുമ്പോൾ 2.7 × 2 ചെയ്യുക. അപ്പൊ 5.4. അടുത്തത് 5.46. അടുത്ത ചെയ്യുമ്പോൾ 5.464 അങ്ങനെ കിട്ടും. അപ്പം എന്ത് പറയാം നമുക്ക്? 2 × 1 + √3 is approximately equal to 5.464. അപ്പൊ കണ്ടോ, രണ്ടും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാം? 2 + 2 √3 and 2 × 1 + √3 are the same. And the value is 5.464. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, the perimeter of the rectangle is 5.464 meter. And this is our answer. Let's do a problem now. Find the area of the rectangle. As you can see, a rectangle. This is the same rectangle we have discussed in the previous question, isn't it? Okay. Now, how will you find the area? Yes. You all know the formula for finding area of a rectangle. What is that? Correct. Area of rectangle is length into breadth. Very good. Then, here what is length? Correct. Very good. Length is √3 meter. And what is breadth? Breadth is 1 meter. So, length into breadth becomes √3 × 1, which is same as √3. And do you know the value of √3? Yes, we already learned it. And this is approximately equal to 1.732 meter square. So, the area of the rectangle is 1.732 meter square.
Let's go through the problems we have discussed once again. In the first problem, we find the perimeter of a square with side root 2 as 4 root 2 and we got it as 5.656. In the second problem, we have find half of root 2 and we got this as 0.707. In the fourth activity, we find the perimeter of a rectangle by suitably multiplying by the approximate value of root 3. And in the last activity, we find the area of the same rectangle as root 3 into 1. ഇപ്പം ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ 4 into root 2 ചെയ്തു. ഇവിടെ 4 എന്ത് തരത്തിലുള്ള നമ്പറാ? ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലേ? ആൻഡ് റൂട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടുവന്ന ഒരു പുതിയ തരത്തിലുള്ള നമ്പറാണ്, ഒരു ന്യൂ നമ്പർ ആണ്. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്തേ, ഹാഫ് ഇൻറ്റു റൂട്ട് 2. ഈ ഹാഫ് എന്ന് പറയുന്ന നമ്പർ എന്താ? ഫ്രാക്ഷൻ ആണ് അല്ലേ? ഈ 4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ തന്നെയല്ലേ? കാരണം നമുക്ക് 4നെ 4/1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതൊരു ഫ്രാക്ഷൻ എന്ന് പറയാൻ പറ്റില്ലേ? അപ്പോൾ രണ്ടാമത്തെ കണക്കിൽ നമ്മൾ എന്താ ചെയ്തേ? ഒരു ഫ്രാക്ഷനും ഒരു ന്യൂ നമ്പർ, അതായത് സ്ക്വയർ റൂട്ട് വരുന്ന ഒരു നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡില് 2 + 2 root 3 എന്ന്. ഈ 2 root 3 നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു നാച്ചുറൽ നമ്പറും റൂട്ട് 3 എന്ന് പറഞ്ഞ ആ ഒരു ഫോമുലുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? നമുക്ക് അറിയാവുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ ഇട്ട് കൊടുത്തു, എന്നിട്ട് കണ്ടുപിടിച്ചു. ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ എന്താ തന്നെയാണ് ചെയ്യുന്നത്? 1 into root 3. അത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു അല്ലേ? അപ്പൊ ഈ ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ എന്ത് തരത്തിലുള്ള ഓപ്പറേഷനാണ് ചെയ്തതെന്ന് പറയാമോ? രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ആ എടുത്ത നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? കറക്റ്റ്, ഒരെണ്ണം ഒരു ഫ്രാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. രണ്ടാമത്തത് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ വിച്ച് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. റൂട്ട് 2, റൂട്ട് 3 അങ്ങനെയൊക്കെ പറയുന്ന പോലെ. അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ, 3, 2 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ഓൾ ദീസ് ആക്ടിവിറ്റീസ് we find the product of a fraction and square root of a number which is not a perfect square. That is, to find the product, we multiplied the fraction with approximate value of root 2 and root 3 to obtain the answer. ഇങ്ങനത്തെ കണക്കുകൾ വരുമ്പോൾ ചെയ്യേണ്ടത്, നമുക്കറിയാവുന്ന റൂട്ടിന്റെ അകത്തുള്ള ചിലപ്പോൾ റൂട്ട് 2 ആയിരിക്കാം, റൂട്ട് 3 ആയിരിക്കാം, അതിനുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് ഈ കണക്കുകൾ ചെയ്യേണ്ടത്. Let's do another set of problems. Find the value of question number A, 8 root 3 plus 2, and question number B, 3 root 2 plus 4 root 3. How will you find? Okay, let's see the first question. 8 root 3 plus 2. Can you tell me the second step? 8 into root 3. That can be replaced by 8 into root 3, which is 8 into 1.732. On multiplying, what will you get? ഞാൻ കഴിഞ്ഞ കണക്കിൽ കാണിച്ചായിരുന്നു എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ 1732 അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം എത്ര പ്ലേസ് മാറിയാണോ ഇവിടെ പോയിന്റ്, അത്രയും പ്ലേസ് മാറി ആൻസറിൽ നിന്നും പോയിന്റ് ഇടുക. എന്നിട്ട് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക്? 13.856. Verify this with your answer. So we got the value of 8 root 3. But our question is 8 root 3 plus 2. So 8 root 3 plus 2 is adding 2 to this 13.856. And what is this? Correct, 15.856. Okay. So the value of 8 root 3 plus 2 is 15.856. Now, let's move to the second one. 3 root 2 plus 4 root 3. Can you tell me how will you do this? Correct. 3 root 2. Taking 3 root 2 and splitting it as 3 into root 2. Then, 3 into root 2 is 1.414. That is, multiply and tell me the answer. Good. It's 4.242.
Again, 4 root 3, splitting it as 4 into root 3, and then root 3 is 1.732. So the next step becomes 4 into 1.732, and we get this as 6.928. And what we need? We need to add this, isn't it? Okay, then how will you add? 3 root 2 plus 4 root 3 is adding these two decimals. That is, we get 4.242 plus 6.928, and that is 4.4242 plus 6.928. 8 plus 2 is 10, remaining is 1. 4 plus 2 is 6, 6 plus 1 is 7. 9 plus 2 is 11, remaining is 1. 6 plus 4 is 10, 10 plus 1 is 11. Okay, so the answer is 11.170. So 3 root 2 plus 4 root 3 is 11.170, and this is the answer. I hope all of you understood this question. So this is the homework questions for you. All of you write it down and do it by yourself. So in this class we have seen how we can multiply two new numbers. That is, if we know the approximate value of the new numbers, we can easily multiply it, isn't it? So go through the problems once again, do the homework question, and let's discuss that in the next class. Thank you and have a nice day.